ഹലോ ഗൈസ്, MRC വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ നിൽക്കുന്ന ആന കൊളക്കാടൻ പ്രസാദാണ്. ഇന്ന് കൂടല്ലൂർ നേർച്ചയാണല്ലോ. അപ്പോൾ കൂടല്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഓരോ ഭാഗത്തും ആനകളൊക്കെ നിർത്തിയിട്ടുണ്ട്. കൂടല്ലൂർ സെൻട്രലിൽ വെച്ചിട്ട് ഒരു ഗജസംഗമം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ആനകളൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ. ഇത് ശങ്കരനാരായണനാണ്. കൂടല്ലൂർ സെൻറ്റർക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. സംഭവം നല്ല തലയെടുപ്പുള്ള ആന കേട്ടോ. ശങ്കരനാരായണൻ അടിപൊളിയാണ്. അപ്പം ഞാൻ ഒരു 9:30-10 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. 9:30 to 10 മണിൻ്റെ ഉള്ളിലാണ് ഇവിടെ എത്തിയത്. ഇവിടെ ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ അവർ തുടങ്ങിയിട്ടോ. ഞാൻ കുറച്ചും കൂടെ മുമ്പ് വരാണെങ്കിൽ ലോറിയിൽ നിന്ന് ആനനെ ഇറക്കുന്ന വീഡിയോ ഒക്കെ കിട്ടിയിരുന്നു. പക്ഷെ നമുക്ക് വേറെ പരിപാടികൾ ഉണ്ടാവുകൊണ്ട് എത്താൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഇപ്രാവശ്യം ടീംസ് കുറവാണെന്ന് അവർ പറഞ്ഞത്. ഇവിടെ ഇവരെ കമ്മിറ്റിയിൽ അങ്ങനെ ഒരാൾ അവിടെ കൂടെ ഇല്ല, മരണപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർ വല്ല കാര്യമായിട്ട് നടത്തുന്നില്ല എന്ന് കേട്ടത്. എന്നാലും ഒരു 6-8 ടീമോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ശങ്കരനാരായണ നല്ല തീറ്റ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കൂടുതലൊരു സെൻറ്ററിൽ തന്നെ നിൽക്കുന്നത്. ഇവിടെ ഞാൻ പോയിട്ടില്ല. ആനനെ കണ്ടപ്പോൾ ഇങ്ങനെ ആ ചന്തം കണ്ടങ്ങനെ നിന്ന് പോയത് കേട്ടോ. എന്താ തലയെടുപ്പ് നോക്കി ഞങ്ങൾ, അടിപൊളി കേട്ടോ. ഇവർ ഇവിടെ ഓരോ ബാൻഡും വായിച്ചുകൊണ്ടിരിക്കട്ടോ. സംഭവം അടിപൊളിയാണ്, കളർഫുള്ളാണ് എന്തായാലും. പിന്നെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വേറൊരു സ്റ്റോപ്പിൽ ഒരു ആന നിൽക്കുന്നുണ്ട്. ആ ആന മീനാട് വിനായകൻ, അതാണ് ആനയുടെ പേര്. മീനാട് വിനായകനാണ്. ഇവിടെ ഇവരെ ടീംസ് തോട്ടങ്ങി മക്കളെ ആർമതികൾ തോർത്തിട്ടോ ഇവ. അപ്പോൾ മീനാട് വിനായകനും അടിപൊളിയാണ് കേട്ടോ. സംഭവം നല്ല തലയെടുപ്പുള്ള ആനയാണ്. പിന്നെ കേസ് ഞാൻ ഈ ആനയുടെ അടുത്ത് കുറച്ചേരം സ്പെൻഡ് ചെയ്തിട്ടോ. കാരണം ഇവനെ കാണാൻ നല്ല അടിപൊളി ചന്തമുണ്ട്. ഇവരെ ടീം ഓസ്കാർ സിറ്റി ആണ് കേട്ടോ. അവിടുത്തെ ടീമാണ്, അതിലുള്ള ആനയാണിത്. പിന്നെ റീൽസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ സ്റ്റിൽസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഞാൻ കുറച്ച് നേരം ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുതാ ബാൻഡ് അടി അർമാദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ടാറ് പരിപാടിയാണ്. എന്തായാലും സംഭവം പൊളിക്കുങ്ങൾ. പിന്നെ ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ അവിടെ ആനനെ കുളിപ്പിക്കുന്ന രംഗം കണ്ടിട്ടോ. ഈ ആന ഇത്തിത്തന വിഷ്ണുനാരായണൻ കേട്ടോ. വിഷ്ണുനാരായണൻ ഇത്തിത്തന. അപ്പം 3 ആളും കൂടെ ഭയങ്കര വരക്കല. ആന അതങ്ങനെ കടന്നൊടുത്തിട്ടുണ്ട്. സംഭവം എന്തായാലും അടിപൊളി. ഭയങ്കര വരക്കല പറഞ്ഞാൽ ഭയങ്കര വരയുള്ള ബ്രഷ് ഇട്ടിട്ട് ആണ് ഇതിനൊക്കെ ചെയ്യാൻ. എന്നാലും അതിൻ്റെ ചളി ഇങ്ങോട്ട് പോരുള്ളൂ ശരീരത്തിൽ നിന്ന്. അപ്പോൾ മോട്ടർ പിടിച്ചിട്ടുണ്ടല്ലേ, അയാളിങ്ങനെ പിടിച്ചെടുക്കുന്നുണ്ട്. ഇവർ 3 ആളും വരത്തല. എന്തായാലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ചധികം നിന്നിട്ടോ. ഈ ടീംസ് ഇവരോട് വേഗം കുളിപ്പിക്കാൻ പറയുന്നുണ്ട് ഇവരെ ടീം. പക്ഷേ അവർ എന്തായാലും ഫുള്ള് പണി കഴിയാതെ ഇറക്കില്ല. കുട്ടികളിത് അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് അവർക്ക് ഇങ്ങോട്ട് വരാൻ തോന്നുന്നുണ്ട്. പക്ഷെ പേടി കാരണം ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ നല്ല വെറുതെല്ലാം കേട്ടോ ഇപ്പോഴും. സംഭവം അതിൻ്റെ പാപ്പന്മാരായിട്ടുള്ള അണക്കും ഇതൊക്കെ കണ്ടോ നിങ്ങൾ. സംഭവം അടിപൊളി. ഇങ്ങനത്തെ കാഴ്ച അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ പുഴയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മക്കളെ, അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ ടൗണിലേക്ക് എത്തിയപ്പോൾ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടിപൊളിയായിട്ട് ഇവരുടെ ഡാൻസും ആനയുടെ വരവൊക്കെ കാണാം. ഓക്കെ.
അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് സംഭവം? കളറല്ലേ? 6 ടീമുകൾ ആണെങ്കിലും സംഭവം ഉള്ളത് അടിപൊളിയായിട്ടുണ്ട്. ആളുകൾ ഇത് കണ്ടു നിൽക്കുന്ന രംഗട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്തായാലും പൊളിച്ച്. ഇനി ഇവർ മടങ്ങാണ്ട്, അതായത് ആനകൾ എവിടെ ഉണ്ടായിരുന്നത് ആ ഭാഗത്തോട്ട് ആനകൾ ഇനി പോവാണ്. ആന അവിടെ നിന്ന് സ്റ്റെപ്പ് കയറുന്ന രംഗം കണ്ടില്ല? അടിപൊളിയാണ് സംഭവം. ഇവർക്ക് വാ തലയെടുപ്പ് കണ്ടില്ല നിങ്ങൾ? ഇത് പുതുപ്പള്ളി കേശവനാണോ? സോറി ഇത് മീനാട് വിനായകനാണ് കേട്ടോ. പിന്നെ പുതുപ്പള്ളി കേശവ ഇതിലുണ്ട്. അത് ഈ വരുന്നതെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതിൻ്റെ അടുത്തേക്കാണ് പോയി നിൽക്കാൻ വയ്യാട്ടോ. ഇപ്പോൾ എന്താണെന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ വീഡിയോ ഒക്കെ കുറേ റിസ്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആനയുടെ അത്രയും അടുത്ത് പോയി നിന്നിട്ടാണ് ചെയ്യുന്നത് കറക്റ്റ് കിട്ടാൻ വേണ്ടി. പക്ഷേ നമ്മളെ സേഫ്റ്റി നോക്കണം. അന്ന് നമുക്ക് ഇത് ഇട്ടാച്ച് ഓടിട്ടോ. പിന്നെ ഇവിടുത്തെ പള്ളിയുടെ റൂട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ ഫ്ലെക്സ് വെച്ചത് നിങ്ങൾ. ഞാൻ കുറച്ച് മുന്നേ കുളിപ്പിക്കുന്നൊരു വീഡിയോ എടുത്തില്ല. ആ ടീംസാണ് ഈ വരുന്നത് കേട്ടോ. മറ്റവരൊക്കെ പോയിട്ടാണ് ഇവർ വരുന്നത്. അപ്പം തന്നെ വേഗം നോക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ഇവർ നല്ലതിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി അടിപൊളിയായിട്ടാണ് ഇറക്കിക്കുന്നത്. അതിൻ്റെ ആ കടന്നേന്ന് ആനന്നല്ല ഇപ്പോൾ ഈ വരുന്നണ്ട. എന്താ സെറ്റപ്പ് ആക്കിയാണ്. പിന്നെ ഞാൻ ആ പള്ളിയുടെ അടുത്തേക്ക് പോയിട്ടോ. അവിടെ എന്താ സംഭവം നോക്കാൻ വേണ്ടി പോയതാണ്. ഇതാണ് ആ പള്ളി. ഇതൊരു പുഴയുടെ അടുത്താണ് കേട്ടോ. ഈ പള്ളി ഇപ്പോൾ കയറ്റിയാണ്, ഇപ്പം അടുത്ത് വന്നാണ്. അവിടെ ആ ജാറം മാത്രമേ ആദ്യം ഉണ്ടായിട്ടുള്ളൂ. പള്ളി ഇപ്പം അടുത്ത് വന്നിട്ടുള്ളൂ നമ്മൾ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ നല്ല പെയിൻ്റൊക്കെ അടിച്ചിട്ട് സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. കൂടല്ലൂർ കോമു ഷഹീദായവരുടെ ജാറെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? അതിൻ്റെ അടുത്ത് ഒരു പള്ളിയും കയറ്റിയിരിക്കുകയാണ് ഇവർ. എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വ്യൂസ് വളരെ കുറവാണ്, സബും കുറവാണ്. അപ്പോൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഞാൻ പൊരുത്തപ്പെട്ട് പോവാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ അടുത്തൊരു വീഡിയോക്ക് കുറച്ച് 10-30 സബ് കയറിട്ടോ. ഭയങ്കര ചൂടത്തെടുത്തൊരു വീഡിയോ ആണ്. ഹൈവേ റിസ്ക് ഉണ്ട്. കാരണം വെയിലാണ് കൊണ്ടിട്ടേ. വരുന്ന വഴിക്ക് വെള്ളിയാങ്കല്ലിൽ നിന്ന് നല്ലൊരു നറുനീണ്ടി സർബത്ത് ഒരു പൈനാപ്പിളൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ പോകുന്നത്. അപ്പോൾ ഓക്കെ, വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യട്ടോ.